പെരുന്നാളിന് കിട്ടിയ ബീഫാണ്. അത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. അങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ ഓഫീസും ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിക്കാനും ആൾക്കാർ വേണ്ടേ. അപ്പൊ കഴിക്കാനും ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ച് ബീഫ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു നല്ല റെസിപ്പി യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കാന്ന്. അങ്ങനെ ബീഫ് എല്ലാം മുറിച്ച് നമ്മൾ കഴുകിയെടുത്ത് എന്താ പറയാ, ബീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചിക്കനാണ് പൊതുവേ ഞങ്ങളെ വീട്ടിൽ വാങ്ങാറുള്ളത്. ബീഫ് വല്ലപ്പോഴും എത്തുന്ന ഒരു അതിഥിയാണ്. എങ്കിലും ബീഫ് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് അല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ കഴിക്കാൻ തുടങ്ങിയ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാണുന്നതും അവരെ തന്നെയാണ്. അപ്പൊ നമ്മൾ ബീഫെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. കാരണം അതിലെ വെള്ളം കളയാൻ വേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഞാനാണ് മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഉമ്മ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് മുറിച്ച് തന്നിട്ട് ഉമ്മേന്റെ വഴിക്ക് പോയി. ബാക്കി മൊത്തം ഞാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ കുക്കർ എടുത്തിട്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട പോലെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒന്നും ആവലുണ്ടാവില്ല. ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിയും പെപ്പർ പൗഡറും ഒക്കെ ഇട്ടിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം എല്ലാ വീഡിയോസിലും ബീഫിന്റെ റോസ്റ്റ് കാണുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ പലകമ്മൽ വെച്ച് ഇടിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിവിടെ ഇടിക്കുന്ന സാധനത്തിൽ ഇടിച്ചാല് അത് ഫുള്ള് നിലത്ത് വീകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പുതിയ മാർഗമാണ് ഈ തടിമൽ വെച്ച് ഇടിക്കുക എന്നുള്ള പരിപാടി. അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് കൈ കൊണ്ട് ഇളക്കാൻ താല്പര്യം ഉണ്ടായിരുന്നേ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇളക്കി കഴിഞ്ഞാൽ കൈ മൊത്തം നീറുന്നൊരവസ്ഥയിലെത്തും. അതുകൊണ്ട് പിന്നെ അത് പോക്കാൻ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കുന്നത് കൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടും ഞാൻ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടാൻ മറന്ന കാര്യം ഓർമ്മ വന്നത്. ഇപ്പോഴെങ്കിലും ഓർത്തത് നന്നായില്ലേ. വിസിലടിച്ച് ഉപ്പില്ലാത്ത ബീഫിൽ പിന്നെ ഉപ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് സെറ്റായി. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ മഴ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയി. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെയാണ് ഈ മഴയത്ത് ഇങ്ങനെ മേലെന്ന് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു വ്യൂ. അതായത് മഴയും പിന്നെ ഇലകളിൽ നിന്ന് ഊർന്നു വീകുന്ന വെള്ളവും എല്ലാം കൂടെ ആയിരുന്നു. നല്ല രസമുള്ള ഒരു പരിപാടി. അങ്ങനെ വിസിലൊക്കെ ഒരു 5-6 വിസിലൊക്കെ വന്നത് താഴ്ന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓടി താഴെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബീഫിന്റെ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പക്ഷെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെള്ളം ഒഴിക്കണ്ടായിരുന്നു, ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവുന്നു ഉള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിട്ടിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് വലിയ തോതിൽ അതിൻ്റെ ഫ്ലേവർ അതിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ അത് ആവശ്യമാണെന്നുള്ളവർക്ക് ഇടാം. നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 8 എണ്ണമാണ് ചേർത്തത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ സവാളയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് ചേർക്കുന്ന സമയത്ത് സവാള കുറേ ചേർത്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ ഒരു രുചി പോകുന്നുള്ള ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ പകുതി സവാള ചേർത്ത്. പക്ഷെ ഇത് വയറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നത് കണ്ടപ്പോഴാണ് ഞാനത് കുറച്ചുകൂടെ ബാക്കിയുള്ളത് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ശേഷം കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കി. ബീഫ് എന്ന് പറയുമ്പം വീട്ടിൽ കഴിക്കാൻ എല്ലാവരും റെഡി ആണെങ്കിലും ഉണ്ടാക്കാൻ ആരും കൂടാറില്ല. പൊതുവെ ഞാനാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആള്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, അടുക്കളയിൽ ആരും ഉണ്ടാവില്ല. ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ എല്ലാവരും ടേബിളിന് ചുറ്റും കാണാം, എവിടുന്ന് അറിയുന്നതെന്നൊന്നും അറിയില്ല. അതുവരെ അവരുടെ പൊടി പോലും കാണാറില്ല. നമ്മൾ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പാത്രം ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പാത്രം എടുക്കാൻ നോക്കുക. കാരണം ഇത് ഇളക്കാൻ നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പീസ് നിലത്ത് പോവാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇളക്കിയത്. നല്ലോണം ഇളക്കാനും പറ്റിയില്ല. കുറച്ചുകൂടി കുഴിയുള്ളൊക്കെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇളക്കാൻ നന്നായിരിക്കും. നമ്മൾ ഏകദേശം വരണ്ട് കഴിഞ്ഞ സമയത്താണ് നമ്മൾ അതിലേക്ക് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡർ അഥവാ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ചെറിയ രീതിയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എത്തിയിട്ടുണ്ട്. ആ മല്ലിച്ചപ്പ് ഇങ്ങോട്ട് എറിഞ്ഞു തന്നില്ലേ, അത് ഉമ്മയാണ് കേട്ടോ. ആൾക്ക് വീഡിയോയിൽ കാണുന്നതൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് കൈപോലും കാണിക്കാതെ എറിഞ്ഞൊക്കെ തരുന്നത് ഓരോ സാധനങ്ങൾ. അപ്പം നമ്മളെല്ലാം ഇളക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് റോസ്റ്റ്. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ സമയത്തേക്ക് ഇവിടേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മണം പിടിച്ച് വരുന്നതാവാനാണ് ചാൻസ്, അല്ലാതെ എങ്ങനെ ഇവിടെ എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു എസ്തെറ്റിക് ലുക്കിൽ ഒരു വീഡിയോക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു എൻഡിങ് വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബീഫ് ഫ്രൈ അല്ല സോറി, റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക.